വെരി ഗുഡ് മോർണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP സെക്കൻഡ് സെമസ്റ്റർ മൈനർ പേപ്പറായിട്ടുള്ള ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ലീഡർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂള് ടീം ബിൽഡിംഗ്. ഇന്ന് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാം എന്താണ് ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് തിയറീസ്, ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമ്മളെ സിലബസ് ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, എനിവേ എന്താണ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പിൻ്റെ മീനിങ് എന്താണ്? ഒരു കോമൺ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു ഗൈഡ്, ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻസ്പയർ അതേഴ്സ് ടു അച്ചീവ് എ കോമൺ ഗോൾ. അതുപോലെ തന്നെ ലീഡർഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുക, ദെൻ ഹെൽപ്പിംഗ് പീപ്പിൾ വർക്ക് ടുഗദർ ടുവാർഡ് സക്സസ്. അല്ലേ, ആൾക്കാരെന്താ ചെയ്യുക, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ലീഡർഷിപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ ദെൻ ലീഡർഷിപ്പിൻ്റെ ബേസിക്സ് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് വൺ വിഷൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ, ദെൻ ഡിസിഷൻ മേക്കിംഗ്, എംപതി, അക്കൗണ്ടബിലിറ്റി. അപ്പോൾ എന്താണ് വിഷൻ? അല്ലേ, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ എ ലീഡർ ഹാസ് എ ക്ലിയർ വിഷൻ ഓഫ് വെയർ ദേ വാണ്ട് ടു ടേക്ക് ദ ഗ്രൂപ്പ് ഓർഗനൈസേഷൻ. അല്ലേ, ആ ഒരു എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലിയർ വിഷൻ ലീഡർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം വേർ ദേ നൗ ആൻഡ് വേർ ദേ വാണ്ട് ടു ഗോ. ഇപ്പോൾ അവരെവിടെയുണ്ട്, ദെൻ അവർക്ക് എവിടേക്കാണ് സഞ്ചരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ അൾട്ടിമേറ്റ് എയിം എന്താണ്. സോ ആ ഒരു ഗ്യാപ്പ് അതെങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ വിഷൻ ലീഡർക്ക് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷനാണ്. ടീം മെമ്പേഴ്സിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാനും നല്ലൊരു ലീഡർ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും നല്ല ബെസ്റ്റ് വൺ ചൂസ് ചെയ്യാനുള്ള കഴിവ് ലീഡർക്ക് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് എംപതിയാണ്. മറ്റുള്ളവരെ ഫീലിംഗ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ലീഡർക്ക് കഴിയണം എന്നുള്ളതാണ്. ഓക്കെ, ഗുഡ് ലീഡർ അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് അതേഴ്സ്. സോ മറ്റുള്ളവരെ ഫീലിങ്സ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ലീഡർക്ക് കഴിയണം. ദെൻ അക്കൗണ്ടബിലിറ്റിയാണ്. തൻ്റെ ടീമിൻ്റെ പെർഫോമൻസിനെ അല്ലെങ്കിൽ ടീമിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അതിന് മറുപടി പറയാനുള്ള ആ ഒരു ഇത് ലീഡർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ലീഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ടീംസ് പെർഫോമൻസ് ആൻഡ് റിസൾട്ട്. ടീമിൻ്റെ പെർഫോമൻസും ടീമിൻ്റെ റിസൾട്ടിനും ലീഡർ റെസ്പോൺസിബിൾ ആണ് എന്നർത്ഥം. ടീമിന് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിലും അതിന് ആൻസർ ചെയ്യണം ലീഡർ തന്നെ ആയിരിക്കും. ഫെയിലർ ആണെന്നുണ്ടെങ്കിലും അതിന് ആൻസർ ചെയ്യേണ്ടത് ലീഡർ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ലീഡർഷിപ്പിൻ്റെ ബേസിക്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എനിവേ നെക്സ്റ്റ് ഡെഫിനിഷനാണ്. ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് അതേഴ്സ് ടു വർക്ക് ടുവാർഡ്സ് അച്ചീവിങ് ഗോൾ. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലീഡർ ഹെൽപ്പ് ഗൈഡ് ദ ടീം ബൈ പ്രൊവൈഡിങ് ഡയറക്ഷൻ, സപ്പോർട്ട് ആൻഡ് ഇൻസ്പിറേഷൻ. എന്ത് ചെയ്യേണ്ട, ആ ടീമിനെ ഗൈഡ് ചെയ്യുന്നതിൽ ലീഡർ ഹെൽപ്പ് ഗൈഡ് ദ ടീം ബൈ പ്രൊവൈഡിങ് ഡിറക്ഷന്, സപ്പോർട്ട്, ഇൻസ്പിറേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ടീമിന് എന്ത് ചെയ്യുന്നുണ്ട്, ലീഡർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് വൺ ഇൻസ്പിറേഷനാണ്. ലീഡർ മോട്ടിവേറ്റ് പീപ്പിൾ ടു പെർഫോം ദ ബെസ്റ്റ്. ഓരോ ടീം മെമ്പറും മാക്സിമം പെർഫോം ചെയ്യാൻ ലീഡർ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഡിറക്ഷനാണ്. ലീഡർ പ്രൊവൈഡ് ക്ലാരിറ്റി ഓൺ ഗോൾസ് ആൻഡ് ഹൗ ടു റീച്ച് ദം. അവരുടെ ഗോൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി ടീം മെമ്പേഴ്സും പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്ത് ചെയ്യണം, ലീഡർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ടീം വർക്ക്. എ സ്ട്രോങ് ലീഡർ ഫോസ്റ്റർ കൊളാബറേഷൻ ആൻഡ് ട്രസ്റ്റ് വിത്തിൻ ദ ഗ്രൂപ്പ്. ആ ഒരു ലീഡർ ആ ഒരു കൊളാബറേഷനും അതുപോലെ തന്നെ ആ ഒരു ടീമിൻ്റെ ഉള്ളിലുള്ള ട്രസ്റ്റും വളർത്തിയെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ലീഡർ വളർത്തിയെടുക്കണം. ദെൻ പ്രോബ്ലം സോൾവിങ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തിയിട്ട് ആ ഒരു ടീം ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം ഏതാ എന്നുള്ളത് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ സഹായിക്കണം എന്നുള്ളതാണ്.
ലീഡർ ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് സൊല്യൂഷൻസ്. ലീഡർ ആ ഒരു സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ടു ചലഞ്ച് ഫേസ്ഡ് ബൈ ദി ടീം. ആ ടീം ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് സോൾവ് ചെയ്യാൻ, സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ലീഡർ സഹായിക്കുന്നുണ്ട്. ദെൻ 5ാമത്തെ പോയിൻ്റാണ് ഗ്രോത്ത്. ഗുഡ് ലീഡർ ഹെൽപ്പ് ഇൻഡിവിജ്വൽ ആൻഡ് ടീം ഗ്രോ ആൻഡ് ഇംപ്രൂവ്. ഓരോ പേഴ്സണലായിട്ടുള്ള ടീം മെമ്പേഴ്സിൻ്റെ പേഴ്സണലായിട്ടുള്ള അതുപോലെ തന്നെ ആ ഒരു ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ടീമിൻ്റെ വളർച്ചയ്ക്കും ടീമിൻ്റെ ആ ഒരു പുരോഗതിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ലീഡർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ടീം മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും ഗ്രൂപ്പിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ലീഡർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻസ്: ഇൻസ്പിറേഷൻ, ഡിറക്ഷൻ, ടീം വർക്ക്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഗ്രോത്ത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൻ്റെ കീ ഫീച്ചേഴ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, ഇൻറ്റഗ്രിറ്റി ആണ്. എ ലീഡർ മസ്റ്റ് ഹോണസ്റ്റ് ആൻഡ് എത്തിക്കൽ ഇൻ ദെയർ ആക്ഷൻ. ഒരു ലീഡർ ഹോണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധനായിരിക്കണം, അതുപോലെ തന്നെ എത്തിക്കലായിരിക്കണം. ലീഡർ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ എത്തിക്സും അതുപോലെ തന്നെ സത്യസന്ധതയും കൊണ്ടുവരണം എന്നുള്ളതാണ്. 2ാമത്തത് കോൺഫിഡൻസ് ആണ്. ലീഡർ മസ്റ്റ് ഹാവ് ദി സെൽഫ് അഷ്യൂറൻസ് ടു മേക്ക് ഡിസിഷൻ ആൻഡ് ടേക്ക് ആക്ഷൻ. ലീഡർ എടുക്കുന്ന ഡിസിഷനിൽ ലീഡർക്ക് ഒരു സ്വയം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം എന്നർത്ഥം, ഒരു ഉറപ്പുണ്ടായിരിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ ലീഡർ എടുക്കുന്ന ആക്ഷനിലും ലീഡർക്ക് ഇതാണ് നേർവഴി എന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ്, ആ ഒരു സെൽഫ് അഷ്യൂറൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, അഡാപ്റ്റബിലിറ്റിയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേഞ്ചിങ് എൻവയോൺമെൻറ്റിനെ കോപ്പ് ചെയ്യാനുള്ള കഴിവ്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെൻറ്റാലിറ്റി ആയിരിക്കണം ലീഡർ. നെക്സ്റ്റ്, ഇൻസ്പിറേഷനാണ്. ഇൻസ്പയർ അതേഴ്സ് ടു വർക്ക് ടുവാർഡ്സ് എ ടീം ഒബ്ജക്റ്റീവ് വിത്ത് എന്തൂസിയാസം. ആവശ്യത്തോട് കൂടിയിട്ട് ആ ഒരു ടീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം മെമ്പേഴ്സിനെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യുന്നതിൽ മോട്ടിവേറ്റ് ചെയ്യണം. ലാസ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റിയാണ്. ലീഡർ ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദർ ആക്ഷൻ ആൻഡ് ഔട്ട്കം ഓഫ് ദി ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ഔട്ട്കം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയണം. അല്ലാതെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മാത്രം ഏറ്റെടുത്തുകൊണ്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ടീം മെമ്പേഴ്സിൻ്റെ മേലിൽ പോയി ചാരുന്ന ആ ഒരു സ്വഭാവം ലീഡർക്ക് ഉണ്ടായിരിക്കരുത്. അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് ലീഡർ ടേക്ക് ചെയ്യണം എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അക്കൗണ്ടബിലിറ്റി ലീഡർക്ക് ഉണ്ടായിരിക്കണം. ഇത്രയാണ് ലീഡർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്. 5 ഫീച്ചർ. ഇതിൽ മേലെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫീച്ചറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലീഡർഷിപ്പ് തിയറീസ് ആണ്. ഒരു 4-5 ലീഡർഷിപ്പ് തിയറി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി എന്താണ്? ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൌട്ട് ഗിവിങ് റിവാർഡ്സ് ഫോർ ഗുഡ്സ് പെർഫോമൻസ് ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ ബാഡ് പെർഫോമൻസ്. ഇവിടെ ലീഡർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പെർഫോമൻസിന് റിവാർഡ് പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ബാഡ് പെർഫോമൻസിന് പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് മെത്തേഡാണ് നമ്മൾ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിവാർഡ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ബാഡ് പെർഫോമൻസിനാണെന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പിൽ പറയുന്നത്. അതിൻ്റെ ഇത് ഫോക്കസ് ഓൺ ടാസ്ക് ആൻഡ് സ്ട്രക്ചർ വർക്ക്. ഇത് കാര്യമായിട്ട് ടാസ്കിനും അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് വർക്കിനുമാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ക്ലിയർ സ്ട്രക്ചർ വിത്ത് ഡിഫൈൻഡ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്. എന്തൊക്കെ ചെയ്താലാണ് റിവാർഡ് കിട്ടുക, എന്തൊക്കെ ചെയ്താലാണ് പണിഷ്മെൻറ്റ് കിട്ടുക എന്നുള്ള ഒരു ക്ലിയർ സ്ട്രക്ചർ അവിടെ ഉണ്ടാവും. 2ാമത്തത് വിഷൻ ഫോർ ഷോർട്ട് ടൈം ഗോൾ. ഷോർട്ട് ടൈം ഗോളിന് ഈ ഒരു ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് നല്ലതാണ്. ചെറിയ സമയങ്ങൾക്കുള്ള ഗോൾ അച്ചീവ് ചെയ്യാനത് നന്നാവും. ദെൻ ഗുഡ് ഫോർ മാനേജിങ് റൂട്ടീൻ ടാസ്ക്. ഡേ ടു ഡേ വർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് മോഡലാണ് ഇത് ട്രാൻസാക്ഷൻ. ദെൻ നെക്സ്റ്റ് പ്രൊവൈഡ് കൺസിസ്റ്റൻസി ആൻഡ് സ്റ്റെബിലിറ്റി. ഇതൊരു കൺസിസ്റ്റൻസി അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥിരത പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ ഫോർ ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ ഏറ്റവും സിമ്പിളാണ് ഈ ഒരു ബേസ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. നെക്സ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, ലിമിറ്റ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഓരോരുത്തർക്കും പുതുതായിട്ട് ക്രിയേറ്റിവിറ്റി ഇന്നോവേഷനൊക്കെ ഇവിടെ ഇത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ക്ലിയർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് റിവാർഡ് അവിടെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതോട് കൂടിയിട്ട് ഇത്ര ചെയ്താൽ മതി എന്നുള്ള ഒരു ഇതിലേക്ക് വരും. നെക്സ്റ്റ്, ക്യാൻ മേക്ക് വർക്കർ ഫീൽ ലൈക്ക് ദേ ആർ ഓൺലി ഡൂയിങ് ടാസ്ക് ഫോർ റിവാർഡ്സ്.
അഥവാ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അവർ കമ്മിറ്റ്മെൻ്റ് അല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്, അല്ല പൈസക്ക് വേണ്ടി അല്ലെങ്കിൽ റിവാർഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഫീല് എംപ്ലോയീസിന് ഉണ്ടാകും. ദെൻ ഡസൻ ഇൻസ്പയർ ലോങ് ടൈം ഗ്രോത്ത് ഇത് ഇൻസ്പയർ ചെയ്യുന്നില്ല. ക്യാൻ ക്രിയേറ്റ് എ സ്ട്രിക്റ്റ് കൺട്രോൾഡ് വർക്ക് എൻവയോൺമെൻറ്റ്, ഇതൊരു റിജിഡ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ മേ കോസ് ലാക്ക് ഓഫ് പേഴ്സണൽ മോട്ടിവേഷൻ, ഇവിടെ പേഴ്സണൽ മോട്ടിവേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഗുഡ് പെർഫോമൻസിന് റിവാർഡും ഉണ്ടാവും, അതുപോലെ തന്നെ ബാഡ് പെർഫോമൻസിന് പണിഷ്മെൻറ്റും ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ തിയറിയാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി. ഓക്കെ, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ദ ടീം ടു അച്ചീവ് ഹയർ ഗോൾസ് ബൈ ക്രിയേറ്റിംഗ് എ വിഷൻ ആൻഡ് എൻകറേജിങ് പേഴ്സണൽ ഗ്രോത്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ ഒരു ലീഡർഷിപ്പിൽ ലീഡർ ചെയ്യുന്ന കാര്യം ടീം മെമ്പേഴ്സിനെ ആ ഒരു ടീമിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു വളരെ നല്ലൊരു വിഷന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻകറേജിങ് പേഴ്സണൽ ഗ്രോത്ത്, ഓരോ എംപ്ലോയിൻ്റെ അല്ലെങ്കിൽ ഓരോ ടീം മെമ്പേഴ്സിൻ്റെയും പേഴ്സണൽ ഗ്രോത്ത് ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഇതിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്, ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി ടീം മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ടീം മെമ്പേഴ്സിൻ്റെ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് മോട്ടിവേഷൻ അതുപോലെ തന്നെ എന്തൂസിയാസം ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു മോട്ടിവേഷൻ കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ആവേശമൊക്കെ കൂട്ടുന്നുണ്ട്. ദെൻ എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ന്യൂ ഐഡിയാസ്, അല്ലെ പുതുതായിട്ടുള്ള ഐഡിയാസ് ഇന്നോവേഷൻസ് ഒക്കെ ഇവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു വിശ്വാസം, അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോക്കസ് ഓൺ ലോങ് ടേം ഗോൾസ് ആൻഡ് വിഷൻ, ലോങ് ടേം ഗോൾസ് ആൻഡ് വിഷനാണ് ഇത് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഇവിടെ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നല്ലൊരു വിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ആ ഒരു ലീഡർഷിപ്പാണ്. ഒപ്പം തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടീം മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ ഗ്രോത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ഹൈ എനർജി ആൻഡ് എന്തൂസിയാസം, എപ്പോഴും ആ ഒരു സ്പിരിറ്റ് നിലനിർത്തി പോകുന്നതിൽ മേ ബി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ഷോർട്ട് ടൈം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് ക്യാൻ പുട്ട് ടു മച്ച് പ്രഷർ ഓൺ ദി ലീഡർ കോൺസ്റ്റൻ്റ്ലി ഇൻസ്പയറിങ്, അല്ല എപ്പോഴും ഇങ്ങനെ ടീം മെമ്പേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നതിൽ ഒരുപാട് പ്രഷർ ലീഡർ ഫേസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ക്യാൻ ലീഡ് ടു ബേൺ ഔട്ട് ഇഫ് എക്സ്പെക്റ്റേഷൻ ആർ ടു ഹൈ, അല്ലേ വലിയ എക്സ്പെക്റ്റേഷനോട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ അത് എന്താ പറയുക, കെടാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്ന പോലെയുള്ള, അത് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു എനർജി വന്നിട്ട് ആ എനർജി ഡൗൺ ആവാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് മൈറ്റ് ഇഗ്നോർ പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് ഇൻ ഫേവർ ഓഫ് ബിഗ് പിക്ചർ തിങ്കിങ്, ആ ഒരു പ്രാക്ടിക്കൽ ഡീറ്റെയിൽ ആ ഒരു പ്രാക്ടിക്കാലിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, എപ്പോഴും നടക്കണം എന്നില്ല. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് കണ്ടിജൻസി ലീഡർഷിപ്പ് തിയറിയാണ്. കണ്ടിജൻസി ലീഡർഷിപ്പ് തിയറി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. കണ്ടിജൻസി ലീഡർഷിപ്പ് തിയറി. സോ നമുക്ക് എന്താണ് കണ്ടിജൻസി ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് തിയറി സേസ് ദാറ്റ് ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ ആൻഡ് കോണ്ടെക്സ്റ്റ്, അല്ലെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിന് അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ലീഡർഷിപ്പ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് കണ്ടിജൻസി എന്ന് പറയുന്നത്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, പ്രോബ്ലത്തിനനുസരിച്ചിട്ട്, കോണ്ടെക്സ്റ്റ് ഒക്കെ നോക്കിയിട്ട് അല്ലെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ലീഡർഷിപ്പ് തിയറി അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് കണ്ടിജൻസി ലീഡർഷിപ്പ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീഡർ അഡ്ജസ്റ്റ് ദെയർ സ്റ്റൈൽ ബേസ്ഡ് ഓൺ വാട്ട്സ് നീഡഡ് അറ്റ് ദി മൊമെൻറ്റ്, ഈ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ലീഡർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏത് ലീഡർഷിപ്പ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത്, അതിനനുസരിച്ചിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കണ്ടിജൻസി തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ കണ്ടിജൻസി തിയറിയിൽ നമ്മൾ ഇതൊരു സിറ്റുവേഷണൽ തിയറിൻ്റെ ബേസിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ അതാണ് ഒരേ സമയത്ത് മീൻസ്
ബിഹേവിയർ ഓഫ് ആൻ അപ്രോപ്രിയറ്റ് ലീഡർ വാരീസ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ. ആ ഒരു ലീഡറെ ബിഹേവിയർ ചിലപ്പോൾ എന്തുകൊണ്ട് ചെയ്യും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കാര്യമായിട്ട് നമ്മൾ 2 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് PLC തിയറിയാണ് ഇവിടെ കാര്യമായിട്ട് നോക്കുന്നത്. PLC തിയറി, അതുപോലെ തന്നെ പിന്നെ ഗോൾ പാത്ത് തിയറി, പാത്ത് ഗോൾ തിയറിയാണ്. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് കണ്ടിജൻസി തിയറിയിൽ. ഒക്കെ ഫസ്റ്റ് കണ്ടിജൻസി തിയറി ഓഫ് ലീഡർഷിപ്പ് ഈസ് ഫ്രെഡ് ഫീൽഡേഴ്സ് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കേഴ്സ് മോഡൽ, LPC എന്നാണ് ഇതിന് പറയുന്നത്. നോട്ട്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയലിൽ അത് അവൈലബിൾ ആക്കി തരുന്നില്ല എന്നുള്ളതാണ്. ഫീൽഡർ ഇതിൽ 2 കാര്യങ്ങളാണ് കണ്ടിജൻസിയിലുള്ളത്. ഒന്ന് PLC, ഒന്ന് പാത്ത് ഗോൾ തിയറിയാണുള്ളത്. ഇതിൽ PLCയിൽ കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ടാസ്ക് ഓറിയൻറ്റഡ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് 2 ടൈപ്പാണ് ഈ ഒരു PLCയിൽ ഫീൽഡർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. അതിൽ കൂടുതലായിട്ട് ലീഡർ ഫോക്കസ് ചെയ്യുന്നത് ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന് റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആണ്. അതിൽ റിലേഷൻഷിപ്പിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് പാത്ത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. പാത്ത് ഗോൾ മോഡൽ ലീഡർഷിപ്പ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർട്ടിൻ ഇവൻസ് ആൻഡ് റോബർട്ട് ഹൗസ് എന്ന 2 ആൾക്കാരാണ് ഒരു പാത്ത് ഗോൾ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ലീഡർ ക്യാൻ മോട്ടിവേറ്റ് സബോർഡിനേറ്റ് ബൈ ഇൻഫ്ലുവൻസിങ് ദർ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് അല്ലേ, ഇവിടെ ടീം മെമ്പേഴ്സിനെ അല്ലെങ്കിൽ സബോർഡിനേറ്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, so the path goal model assumes that leader can change their style or behavior to meet the demand of a particular situation. പെർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു തിയറി പ്രകാരം ലീഡർക്ക് അവരുടെ ബിഹേവിയറിൽ മാറ്റം വരുത്താം എന്നുള്ളതാണ് കണ്ടിജൻസിയിൽ പറയുന്നത്. അപ്പോൾ കണ്ടിജൻസി മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ലീഡർ എന്ത് ചെയ്യാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് കണ്ടിജൻസി ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ കാര്യമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് PLC തിയറിയാണ്, ഫ്രെഡ് ഫീൽഡേഴ്സിൻ്റെ PLC തിയറി. അതിൽ ടാസ്ക് ഓറിയൻറ്റഡ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ഉണ്ട്, പിന്നെ നമ്മൾ പാത്ത് ഗോൾ ഓറിയൻറ്റഡ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് കണ്ടിജൻസി തിയറിൻ്റെ അഡ്വാൻറ്റേജസ് അതിൽ നമുക്ക് ഉൾപ്പെടുത്തുന്നത്? ഫസ്റ്റ് വൺ, ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. നമുക്ക് ഡൈനാമിക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ ആണ്, അഡാപ്റ്റബിൾ ആണ്. ദെൻ മാച്ചസ് ലീഡർഷിപ്പ് സ്റ്റൈൽ ടു ടീം ഓർ ടാസ്ക് നീഡ്സ്. ടാസ്കിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ടീമിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ലീഡർഷിപ്പ് സ്റ്റൈൽ മാറ്റം വരുത്താൻ പറ്റും. ദെൻ അലൗസ് ഫോർ ഡിവേഴ്സ് ലീഡർഷിപ്പിന് അപ്രോച്ച്, അല്ലേ, വ്യത്യസ്ത ലീഡർഷിപ്പ് അപ്രോച്ച് ഇത് അലൗഡ് ആണ്. അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷനും തറവായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദെൻ ക്യാൻ വർക്ക് വെൽ ഇൻ ഡിനാമിക് ഓർ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, അല്ലേ, ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ ഇത് നല്ല ഒരു മെത്തേഡാണ് എന്നാണ് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഹാർഡ് ടു ഡിറ്റർമിൻ വിച്ച് സ്റ്റൈൽ ഈസ് ബെസ്റ്റ് ഇൻ എവറി സിറ്റുവേഷൻ. ഏതൊക്കെ സിറ്റുവേഷനാണ്, അപ്പോൾ ആ സിറ്റുവേഷനിൽ ഏത് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളിടത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ദെൻ ക്യാൻ ലീഡ് ടു ഇൻകൺസിസ്റ്റൻസി ഇൻ ലീഡർഷിപ്പ്. ഇങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് ലീഡർഷിപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ലീഡർ എത്രത്തോളം മാറുന്നുണ്ട് അതാണ് മേ കൺഫ്യൂസ് ടീം മെമ്പേഴ്സ് ഇഫ് ലീഡർഷിപ്പ് ചേഞ്ചസ് ടു മച്ച്. ഇങ്ങനെ മാറി കളിക്കുമ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ടീം മെമ്പേഴ്സ് മേ ബി ലീഡ് ടു കൺഫ്യൂഷൻ. ദെൻ റിക്വയർസ് ലീഡേഴ്സ് ടു ഹാവ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഏതൊക്കെയാണ് ലീഡർഷിപ്പ് സ്റ്റൈലുള്ളത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ലീഡർ മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ, ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ടു ആക്സസ് ഈച്ച് സിറ്റുവേഷൻ തറവില്. നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനാണ്, സോ ആ സിറ്റുവേഷനിൽ നമ്മൾ ഏതൊക്കെ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തറോലി സ്റ്റഡി നടത്തേണ്ടി വരും. സോ ദാറ്റ് മേ ലീഡ് ടു ടൈം കൺസ്യൂമിങ്. സോ ഇത്രയാണ് കണ്ടിജൻസി ലീഡർഷിപ്പിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് തിയറിയാണ്. സിറ്റുവേഷണൽ. ഓക്കെ, സിറ്റുവേഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീം മെമ്പേഴ്സിൻ്റെ മെച്യൂരിറ്റിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ റെഡിനെസ്സിന് അനുസരിച്ചിട്ടുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിറ്റുവേഷൻ ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ കണ്ടിജൻസിയിൽ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടായിരുന്നു. ഇവിടെ ലീഡേഴ്സിൻ്റെ മെച്യൂരിറ്റിക്ക് അനുസരിച്ചിട്ട്
അതുപോലെ തന്നെ അവരുടെ ടീം മെമ്പേഴ്സിൻ്റെ മെച്യൂരിറ്റിക്ക് അനുസരിച്ചിട്ട് ടീം മെമ്പേഴ്സിൻ്റെ റെഡിനെസ്സിനൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ തിയറി എന്ന് പറയുന്നത്. ദ ലീഡർ പ്രൊവൈഡ് ഗൈഡൻസ് അക്കോർഡിംഗ് ടു ഹൗ കേപ്പബിൾ ദ ടീം ഈസ്. ഓക്കെ, ആ ടീം എത്രത്തോളം കേപ്പബിൾ ആണ് അതിനനുസരിച്ചിട്ടായിരിക്കും ലീഡർ എന്ത് ചെയ്യുക, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ടീം മെമ്പേഴ്സിൻ്റെ കേപ്പബിലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ലീഡർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. അഡാപ്റ്റ് ടു ദി നീഡ് ഓഫ് ഇൻഡിവിജ്വൽ ടീം മെമ്പേഴ്സ്. ഓക്കെ, ടീം മെമ്പേഴ്സിൻ്റെ ആ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്കില്ലും കോൺഫിഡൻസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഫ്ലെക്സിബിളാണ്. ദെൻ നെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ, ഫോളോവേഴ്സിൻ്റെ ഇടയിൽ, അതുപോലെ ലീഡർ തമ്മിലൊക്കെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ലീഡർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാകുമെന്നാണ്. റിക്വയർ ലീഡേഴ്സ് ടു ബി സ്കിൽഡ് ഇൻ അഡ്ജസ്റ്റിംഗ് ദർ സ്റ്റൈൽ. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലീഡർക്ക് സ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ലീഡർഷിപ്പ് സ്റ്റൈലിൽ ടീം മെമ്പേഴ്സിന് സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു. ഇതൊരു ഇൻകൺസിസ്റ്റൻസിയാണ് അല്ലേ, അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചില ലീഡർഷിപ്പ് സ്റ്റൈൽ പറ്റും, ചിലവർക്ക് പറ്റൂല എന്നുള്ളൊരു പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മാറുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ തിയറി അഡോപ്റ്റ് ചെയ്യുന്നിടത്ത് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രേറ്റ് മാൻ തിയറിയാണ്. ഗ്രേറ്റ് മാൻ തിയറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് ലീഡർ ആർ ബോൺ വിത്ത് സ്പെഷ്യൽ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് ദം ഗ്രേറ്റ്. ലീഡർ ജനിക്കുമ്പോൾ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി ജനിക്കുന്നവരെയാണ് നമ്മൾ ഗ്രേറ്റ് മാൻ തിയറി പ്രകാരം ലീഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദീസ് ഇൻഡിവിജ്വൽസ് റൈസ് നാച്ചുറലി ടു ലീഡർഷിപ്പ് റോൾസ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നാച്ചുറലി ആയിട്ട് തന്നെ ലീഡർഷിപ്പ് റോൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് എത്തും എന്നുള്ളതാണ്. കാരണം ഇമ്പോണായിട്ട് അവർക്ക് ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഗ്രേറ്റ് മാൻ തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഗ്രേറ്റ് പേഴ്സൺ തിയറി എന്നുള്ളത് പറയും. സോ ലീഡേഴ്സ് ആർ ബോൺ വിത്ത് ജസ്റ്റ് റൈറ്റ് ട്രൈറ്റ്സ് ആൻഡ് അബിലിറ്റീസ് ഫോർ ലീഡിങ്. ഒരു കരിഷ്മ, ഇൻ്റലിജൻസ്, കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സോഷ്യൽ സ്കില്ല് പോലുള്ള സ്കില്ല് ആയിട്ട് ജനിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി ജനിക്കുന്നവർ അവർ ഇൻ്റലിജൻ്റ് ആയിരിക്കും, കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കും, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കും. അത്തരത്തിൽ ഇൻബോൺ ക്വാളിറ്റി ആയിട്ട് ജനിക്കുന്നവരെയാണ് നമ്മൾ ഗ്രേറ്റ് മാൻ തിയറി പ്രകാരം ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫോക്കസ് ഓൺ ദി ഐഡിയ ദാറ്റ് ലീഡേഴ്സ് ഹാവ് സ്പെഷ്യൽ ക്വാളിറ്റീസ്. അല്ലെ, ലീഡേഴ്സിന് കുറച്ച് സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉണ്ട്. അത്തരത്തിലുള്ള ഐഡിയമേലാണിത് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ റിക്കഗ്നൈസ് ദ പൊട്ടൻഷ്യൽ ഫോർ ഗ്രേറ്റ്നെസ് ഇൻ ഇൻഡിവിജ്വൽസ്. അല്ല, ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ആ ഒരു ആ ഒരു പൊട്ടൻഷ്യൽ നമ്മളിവിടെ റിക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ ഇൻസ്പയർ പീപ്പിൾ ടു ലുക്ക് ഫോർ നാച്ചുറൽ ബോൺ ലീഡേഴ്സ്. ദെൻ നെക്സ്റ്റ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്നേറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഇത് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദെൻ മേക്ക് ഇറ്റ് ഈസിയർ ടു ഐഡൻറ്റിഫൈ ലീഡേഴ്സ് ടു സർട്ടൻ സിറ്റുവേഷൻസ്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഇഗ്നോർസ് ഐഡിയ ദാറ്റ് ലീഡർഷിപ്പ് ക്യാൻ ബി ലേൺഡ് ഓർ ഡെവലപ്ഡ്. ലീഡർഷിപ്പ് പറഞ്ഞാൽ നമുക്ക് പഠിച്ചുണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തുണ്ടാക്കാം എന്നുള്ള ഒരു ഐഡിയയാണ് ഈ ഒരു ഗ്രേറ്റ് മാൻ തിയറിയിൽ എന്ത് ചെയ്യുന്നത്, ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സംഭവം ജനിക്കുന്ന സമയത്ത് തന്നെ നല്ല ക്വാളിറ്റി ഇല്ലാത്തവർ പിന്നെ അത് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ടാകും. അത്തരത്തിലുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തൂല എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ലീഡർഷിപ്പ് ജനിച്ചുമ്പോൾ ഉണ്ടാകുന്നതാണ്, അല്ലാത്തതല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് എന്നുള്ള ഒരു ടേം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അസംഷൻസൊക്കെ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രെയ്റ്റ് ലീഡർഷിപ്പ് തിയറിയാണ്. ട്രെയ്റ്റ് ലീഡർഷിപ്പ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ അസംഷൻസ് മെയ്ഡ് ഇൻ ദിസ് തിയറി വാസ് ദാറ്റ് സം ബേസിക് ട്രെയ്റ്റ്സ് ഓർ സെറ്റ് ഓഫ് ട്രെയ്റ്റ്സ്
ഡിഫറൻഷിയേറ്റ് ഫ്രം ലീഡേഴ്സ് ഫ്രം നോൺ ലീഡേഴ്സ് എന്നുള്ളതാണ്. സോ ദിസ് തിയറി സേസ് ദാറ്റ് ലീഡേഴ്സ് പോസസ് സർട്ടൻ ട്രൈറ്റ്. ഏതൊരു ലീഡർക്കും കുറച്ച് ട്രൈറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത്, ഇൻ്റലിജൻസ്, കോൺഫിഡൻസ്, കരിഷ്മ പോലുള്ള കുറച്ച് ട്രൈറ്റ്സ് ലീഡേഴ്സിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് മേക്ക് ദം ഗുഡ് ലീഡർ. ആ ഒരു കഴിവ് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ നല്ലൊരു ലീഡറാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് ടൈറ്റ് ലീഡർഷിപ്പ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അപ്പോൾ എന്താണ്, ഇൻ്റലിജൻസ്, കോൺഫിഡൻസ്, കരിഷ്മ പോലുള്ള ട്രൈറ്റ്സ് ലീഡേഴ്സ്, അത്തരം ക്വാളിറ്റീസ് പോസസ് ചെയ്യുന്ന ആൾക്കാരാണ് ലീഡർ ആവുക എന്നുള്ളതാണ്. അത് അവരെ ഒരു നല്ലൊരു ലീഡറാക്കി മാറ്റും എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഐഡൻറ്റിഫൈ കീ ട്രൈറ്റ് ദാറ്റ് ഹെൽപ്പ് ഇൻ ലീഡർഷിപ്പ്. സോ ആ ഒരു കീ ട്രൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ അത് ലീഡർഷിപ്പിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ലീഡറെ ട്രൈറ്റ്സ് കാര്യങ്ങൾ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ട്രൈറ്റ് ലീഡർഷിപ്പ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അത്രയേ ഉള്ളൂ. ഒരു തിയറി സേസ് ദാറ്റ് ലീഡേഴ്സ് പോസസ് സർട്ടൻ ട്രൈറ്റ്. ലീഡർ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ട്രൈറ്റ്സുകൾ അവർ പോസസ് ചെയ്ത് വെക്കുന്നുണ്ട്, കൈവശം വെക്കുന്നുണ്ട് എന്നർത്ഥം. മീൻസ് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതാണ്. സോ ഇൻ്റലിജൻസ്, കോൺഫിഡൻസ്, ടീം ബിൽഡിങ്, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ, ഇല്ല അത്തരത്തിലുള്ള കുറച്ച് ട്രൈറ്റ്സ് ഉണ്ടായിരിക്കും എന്നർത്ഥം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിഹേവിയറിസ്റ്റ് ലീഡർഷിപ്പ് തിയറിയാണ്. സോ ഇത് നമുക്ക് ലാസ്റ്റ് ലീഡർഷിപ്പ് തിയറിയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഹേവിയറിസ്റ്റ് ലീഡർഷിപ്പ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദിസ് തിയറി ഫോക്കസ് ഓൺ ദി ആക്ഷൻ ആൻഡ് ബിഹേവിയർ ഓഫ് ലീഡർ. കാര്യമായിട്ട് ഇത് ഒരു ലീഡർ ആക്ഷൻ അതുപോലെ തന്നെ ബിഹേവിയർ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തിയറി ഉള്ളത്. സോ ഇറ്റ് സജസ്റ്റ് ദാറ്റ് എഫക്റ്റീവ് ലീഡർഷിപ്പ് കം ഫ്രം ബിഹേവിയേഴ്സ് ലീഡേഴ്സ് ഷോ നോട്ട് ജസ്റ്റ് ദെയർ ട്രൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ്. സോ അവരുടെ കഴിവ്, അവരുടെ ക്വാളിറ്റിയിലപ്പുറമായിട്ട് അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലീഡർഷിപ്പ് ഇവിടെ പറയുന്നത്. അതാണ് ഇറ്റ് സജസ്റ്റ് ദാറ്റ് എഫക്റ്റീവ് ലീഡർഷിപ്പ് കം ഫ്രം ദി ബിഹേവിയർ ലീഡേഴ്സ്. അവരെങ്ങനെയാണോ പുറത്ത് കാണിക്കുന്നത്, അവരെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും എഫക്റ്റീവ് ലീഡർ എന്നുള്ളതാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, അതാണ് ബിഹേവിയറിസ്റ്റ് ലീഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ബിഹേവിയർ തിയറി അസ്യൂംഡ് ദാറ്റ് എഫക്റ്റീവ് ലീഡേഴ്സ് ബിഹേവ് ഡിഫറൻ്റ്ലി ഫ്രം ഇൻഎഫക്റ്റീവ് ലീഡർ. ഒരു ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ലീഡറെ അപേക്ഷിച്ചിടത്തോളം അല്ല, ഒരു എഫക്റ്റീവായിട്ടുള്ള ലീഡർ എന്ത് ചെയ്യും, നല്ല രീതിയിലായിരിക്കും പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഓൾസോ ഐഡൻറ്റിഫൈഡ് ദ നീഡ് ഓഫ് കൺസിസ്റ്റൻസി ഓഫ് ബിഹേവിയർ ഓഫ് ഗുഡ് ലീഡർ. അവർ സ്ഥിരമായിട്ട് നല്ല രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുക, പെരുമാറുക എന്നുള്ളത്. സോ ദിസ് തിയറി ക്യാൻ മോർ ഏർലി അണ്ടർസ്റ്റുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് കേസ് സ്റ്റഡീസ്. കാര്യമായിട്ട് ഇതിൽ നമ്മൾ 2 കേസ് സ്റ്റഡീസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിഷിഗൻ സ്റ്റഡീസ്, ഓക്കെ, ഒന്ന് മിഷിഗൻ സ്റ്റഡീസ്, മറ്റൊന്ന് ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ്. ഈ 2 സ്റ്റഡി നോക്കിയിട്ടാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു മിഷിഗൻ സ്റ്റഡീസ് അതുപോലെ തന്നെ ഒഹിയോ സ്റ്റഡീസ്. ഈ ഒരു മിഷിഗൻ സ്റ്റഡീസിൽ 2 ഫോം ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജോബ് സെൻറ്റേർഡും മറ്റൊന്ന് എംപ്ലോയി സെൻറ്റേർഡ്. ഓക്കെ, ജോബ് സെൻറ്റേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീഡർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ജോബ് സെൻറ്റേർഡ് കാര്യങ്ങളാണ്. പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻറ്റ് കംപ്ലീഷൻ ഓഫ് ദി അസൈൻ ടാസ്ക്. ആ ടാസ്ക് നല്ല രീതിയിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ജോബ് സെൻറ്റേർഡിൽ നോക്കുന്നത്. സോ എംപ്ലോയി സെൻറ്റേർഡിൽ നോക്കുന്നത് എന്താണ്, ഹൈ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ടു ബി അക്കംപ്ലിഷ്ഡ്. ഓക്കെ, നല്ല രീതിയിൽ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു കോസീവായിട്ടുള്ള വർക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് എംപ്ലോയി സെൻറ്റേർഡിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബിഹേവിയർ തിയറിയിൽ പറയണത് ലീഡർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് അനുസരിച്ചിട്ടാണ്. സോ അത് തന്നെ 2 സ്റ്റഡീസുണ്ട്, ഒന്ന് മിഷിഗൻ സ്റ്റഡീസ്, മറ്റൊന്ന് ഒഹിയോ സ്റ്റഡീസ്. മിഷിഗൻ സ്റ്റഡീസിൽ 2 കാര്യങ്ങളാണ്, ഒന്ന് ജോബ് സെൻറ്റേർഡ്, മറ്റൊന്ന് എംപ്ലോയി സെൻറ്റേർഡ് ആണുള്ളത്. ജോബ് സെൻറ്റേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ പെർഫോമൻസ് കംപ്ലീഷൻ ടാസ്ക് കാര്യങ്ങളാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ എംപ്ലോയി സെൻറ്റേർഡ് എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ് ഡിസ്കസ് ചെയ്യുന്നു. ഒഹിയോയിലും 2 കാര്യങ്ങളാണ് പറയുന്നത്, ഒന്ന് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ, മറ്റൊന്ന് കൺസിഡറേഷൻ ബിഹേവിയർ. ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചറിൽ കാര്യമായിട്ട് പറഞ്ഞത് ആ ഒരു ലീഡർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആ ഒരു ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലൈനിലായിരിക്കും ഉണ്ടാവുക എന്ന്. മീൻസ് ഒരു ക്ലിയർ സ്ട്രക്ചർ ആയിരിക്കും അവിടെ ഉണ്ടാവുക, ആ ലീഡർ സബോർഡിനേറ്റ് എന്നുള്ള ആ ഒരു ഫോർമൽ മെത്തേഡ്. ആ കൺസിഡറേഷനല്ലോ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സബോർഡിനേറ്റിൻ്റെ ഫീലിങ്സ്, സബോർഡിനേറ്റിൻ്റെ ഐഡിയാസൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ബിഹേവിയറിസ്റ്റിൽ പറയുന്നത്. നമ്മൾ നോട്ട്സ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, ഒന്ന് നോക്കി വെക്കുക. ബിഹേവിയറിസ്റ്റിൽ ഒന്ന് മിഷിഗൻ സ്റ്റഡീസ്, അതിൽ ജോബ് സെൻറ്റേർഡ് ഉണ്ട്, പിന്നെ എംപ്ലോയി സെൻറ്റേർഡ്, പിന്നെ ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ്, അതിൽ ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ബിഹേവിയർ ഉണ്ട്, ദെൻ കൺസിഡറേഷൻ ബിഹേവിയർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഫസ്റ്റ് വൺ,
ഫോക്കസ് ഓൺ ബിഹേവിയർ ദാറ്റ് ക്യാൻ ബി ലേൺഡ് ആൻഡ് ഇംപ്രൂവ്ഡ് അല്ലേ. ബിഹേവിയറാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അത് നമുക്ക് എന്താ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യാം, അതുപോലെ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ദെൻ പോസിറ്റീവ് ആക്ഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എംഫസൈസ് ചെയ്യുന്നത്. സോ ക്ലിയർ ഫീഡ്ബാക്ക് അലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീം മെമ്പേഴ്സുമായിട്ട് ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യാൻ ലീഡേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലീഡർഷിപ്പ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പേഴ്സണൽ ട്രൈറ്റ്, ലീഡർഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന പേഴ്സണൽ ട്രൈറ്റ്സ് ഇവിടെ ഇഗ്നോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാൻ ഫോക്കസ് ടു മച്ച് ഓൺ കൺട്രോളിങ് ബിഹേവിയർ അതർ ദാൻ മോട്ടിവേറ്റിംഗ് ഓർ ഇൻസ്പയറിങ്. ഓക്കെ, ഇവിടെ കാര്യമായിട്ട് ഒരു കൺട്രോളിങ് ബിഹേവിയർ ആണ് ഇവിടെ, മോട്ടിവേറ്റ് ചെയ്യുന്നതിലപ്പുറമായിട്ടൊക്കെ കൺട്രോളിങ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇൻഡിവിജ്വൽ നീഡ്സ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഓരോ ടീം മെമ്പേഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ നീഡ്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ലീഡർ ക്യാൻ ക്രിയേറ്റ് പ്രഷർ ടു ഫോളോ സ്പെസിഫിക് ബിഹേവിയർ റാദർ ദാൻ അഡാപ്റ്റിംഗ് നേച്ചുറലി. ഒരു പ്രഷർ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.